ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വതന്ത്ര കൂട്ടായ്മയുമായിട്ട് UDF എന്ന് കൂട്ടുചേർന്നോ അന്ന് തുടങ്ങി UDFിൻ്റെ ഗതികേടാണ്. അല്ലെങ്കിൽ UDF ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിനുള്ളിൽ പരിഹസിക്കപ്പെടുന്ന അല്ലെങ്കിൽ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഏറ്റവും ഒടുവിൽ ജോസഫ് വാഴക്കനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് ഇടപെട്ടാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയത് അവിടെ. അതിനുശേഷവും തുടർച്ചയായിട്ട് പാലാ നഗരസഭയ്ക്കകത്ത് കോൺഗ്രസ് കൗൺസിലർമാർക്ക് അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളോട് വിജയിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ DYFIയുടെ കാര്യമായതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ കേരള കോൺഗ്രസ് എം കഴിഞ്ഞ ദിവസം അതിനെ പിന്തുണച്ചിരിക്കുന്നത്. അതല്ല എങ്കിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു പൊതുപരിപാടിക്കും കൊട്ടാരമറ്റത്തും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസ്സാക്കണമെന്ന് കേരള കോൺഗ്രസ് എം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പും ഈ പറഞ്ഞ സ്വതന്ത്ര കൂട്ടായ്മയും UDFിനെ രാഷ്ട്രീയമായിട്ട് വഞ്ചിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനോട് രാഷ്ട്രീയ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. നമസ്കാരം. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ കോൺഗ്രസ് പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ ഒരു ഭരണസ്തംഭനത്തിന് സാധ്യതയുണ്ടോ? ഭരണസ്തംഭനമാണ് കഴിഞ്ഞ 6 മാസമായിട്ട് പാലാ നഗരസഭയ്ക്കകത്തുള്ളത്. ഭരണസ്തംഭനം തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നും വേണ്ട. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വതന്ത്ര കൂട്ടായ്മയുമായിട്ട് UDF എന്ന് കൂട്ടുചേർന്നോ അന്ന് തുടങ്ങി UDFിൻ്റെ ഗതികേടാണ്. അല്ലെങ്കിൽ UDF ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിനുള്ളിൽ പരിഹസിക്കപ്പെടുന്ന അല്ലെങ്കിൽ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം ഈ പറയുന്ന ഇവിടെ 11ഓളം വരുന്ന UDF കൗൺസിലർമാർ, ഈ UDF കൗൺസിലറിലെ 6 കോൺഗ്രസ് കൗൺസിലർമാർ, ഒരു കോൺഗ്രസ് വിമതൻ, പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ 3 അംഗങ്ങൾ, പിന്നെ ഈ പറഞ്ഞ KDP മാണി സി കാപ്പൻ്റെ പാർട്ടിയുടെ KDPയുടെ ഒരു അംഗം ഉൾപ്പെടെ 11 പേരുണ്ട്. അപ്പുറത്ത് പിന്നെ സ്വതന്ത്ര കൂട്ടായ്മയുടെ കൂടെ ആകുമ്പോഴത്തേക്ക് 14 പേര്. ഈ സ്വതന്ത്ര കൂട്ടായ്മ എന്ന് ഒരു കാരണവശാലും വിളിക്കാൻ പാടില്ല. ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പാനലിൽ അല്ലെങ്കിൽ UDFിൻ്റെ പാനലിൽ തന്നെ നിന്നുകൊണ്ടാണ് മത്സരിച്ചത്. അപ്പോൾ ആ സമയത്ത് ഇവർ മത്സരിച്ച 3 വാർഡുകളിലും UDFിന് സ്ഥാനാർത്ഥികളെ ഇട്ടിട്ടില്ല. അപ്പോൾ അതിനുശേഷം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷവും UDFിന് 11ഉം ഇവർ 3 പേരും വിജയിച്ച സാഹചര്യത്തിൽ ഇവർ പൊളിറ്റിക്കലായിട്ടുള്ള നെഗോഷിയേഷൻസ് ആരംഭിച്ചു എന്നുള്ളതാണ് സത്യം. ആ സമയത്ത് കേരള കോൺഗ്രസ് എം എടുത്ത നിലപാടെന്തായിരുന്നു? സ്വതന്ത്ര കൂട്ടായ്മയുമായി ചേർന്നുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു ഭരണത്തിനും തങ്ങൾ തയ്യാറല്ല, ഭരണം നഷ്ടപ്പെട്ടോട്ടെ കുഴപ്പമില്ല, കാരണം ജനവിധിയെ മാനിക്കുന്നു എന്നാണ് കേരള കോൺഗ്രസ് എം പറഞ്ഞത്. അതാണ് നിലപാട് എന്ന് പറയുന്നത്. എന്നാൽ കോൺഗ്രസ് എന്താണ് കാണിച്ചത്? സ്വതന്ത്ര കൂട്ടായ്മയോടൊപ്പം ചേർന്നുകൊണ്ട് അവർ UDFിൻ്റെ ഭാഗമായിരുന്നു. UDFിൻ്റെ ഭാഗമായിരുന്ന അവർ ചെയർപേഴ്സൺ സ്ഥാനത്തിന് വേണ്ടിയിട്ട് 10 ദിവസത്തോളം ഈ പറഞ്ഞ ചർച്ചകൾ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് ആലോചിച്ച് നോക്കും, UDFിൻ്റെ പാനലിൽ തന്നെ നിന്നുകൊണ്ട് UDF സ്ഥാനാർത്ഥികളെ നിർത്താത്ത വാർഡുകളിൽ നിന്ന് വിജയിച്ച ആളുകൾ 10 ദിവസത്തോളം ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വാർത്തകൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ജോസഫ് വാഴക്കനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് ഇടപെട്ടാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയത് അവിടെ. അതിനുശേഷവും തുടർച്ചയായിട്ട് പാലാ നഗരസഭയ്ക്കകത്ത് കോൺഗ്രസ് കൗൺസിലർമാർക്ക് അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകളോട് വിജയിച്ചിട്ടുള്ളത്. ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെയൊക്കെ ശക്തി എത്രത്തോളം ഉണ്ട് പാലായിൽ എന്നുള്ളത് പാലായിലുള്ള ആൾക്ക് കൃത്യമായ ധാരണയുണ്ട്. ഇപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൊട്ടാരമറ്റത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് DYFIയുടെ ജില്ലാ സമ്മേളനത്തിന് വേണ്ടിയിട്ട് വിട്ടു നൽകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പെർമിഷന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയെ സമീപിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കൺവെൻഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അനുമതി ചോദിച്ചിരുന്നു. ആദ്യം നൽകിയതിന് ശേഷം പിന്നീട് അത് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ഈ മുനിസിപ്പൽ കൗൺസിൽ എത്തിയത്. പിന്നീട് ഉള്ള എന്താ വെച്ചാൽ ഈ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടത്തുന്ന പരിപാടികൾ അത് അവിടെ വരുന്ന യാത്രക്കാർക്ക് ഒരു ശല്യമായിട്ട് മാറും എന്നുള്ളത് കൊണ്ടാണ് ഈ മുനിസിപ്പാലിറ്റി അതിന് പെർമിഷൻ നൽകാത്തത്. അതൊരു പൊതു തീരുമാനമാണ്. ഇതിപ്പോൾ DYFIയുടെ കാര്യമായതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ കേരള കോൺഗ്രസ് എം കഴിഞ്ഞ ദിവസം അതിനെ പിന്തുണച്ചിരിക്കുന്നത്. അതല്ല എങ്കിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു പൊതുപരിപാടിക്കും കൊട്ടാരമറ്റത്തും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസ്സാക്കണമെന്ന് കേരള കോൺഗ്രസ് എം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രകോപനത്തിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് നമ്മൾ റെജി മാത്യു എന്ന് പറയുന്ന ഒരു കൗൺസിലർക്കെതിരെ ഒരു കയ്യേറ്റ ശ്രമമൊക്കെ നടന്നു. അതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചെയർപേഴ്സൺ ആയിട്ടുള്ള ദിയ പുളിക്കൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സണാണ്. അവർ കൊണ്ടുപോയി പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത് നമ്മൾ കണ്ടതാണ്. അവരുടെ വാച്ച് മോഷണം പോയി, ഫയലിൽ മോഷണം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി കൊടുത്ത് നമ്മൾ കണ്ടതാണ്. ആ ഒരു പ്രശ്നമൊക്കെ ഒരു തരത്തിൽ ഇങ്ങനെ പറഞ്ഞ് സീനിയർ നേതാക്കന്മാരൊക്കെ പറഞ്ഞ് ഇടപെട്ട് അവസാനിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ വിഷയം ഉയർന്നു വന്നേക്കുന്നത്. ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത്? ഇവിടെ നടന്നിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വഞ്ചനയാണ് ഈ പുളിക്കക്കണ്ണ ഫാമിലിയിൽ നിന്ന് ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടുള്ളത്, കൗൺസിലർമാർക്ക് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ബിനു പുളിക്കക്കണ്ണ എന്ന് പറയുന്നു, അതായത് ഇപ്പോൾ DYFIയുടെ ജില്ലാ സമ്മേളനത്തിന് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല, അപ്പോൾ നമുക്ക് ആ അജണ്ട ഇവിടെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ സെൻറ് തോമസ് ഡേയുടെ എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലാ മുനിസിപ്പാലിറ്റിയുടെ യോഗം കൂടേണ്ടിയിരുന്നു. അന്ന് സെൻറ് തോമസ് ഡേ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നെക്സ്റ്റ് ഡേയിലേക്ക് ഇത് മാറ്റുന്നത്. അതിനുശേഷം അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ ഈ അജണ്ടയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിരുന്നത്. കാരണം പാർലമെന്ററി പാർട്ടിയും മറ്റുമൊക്കെ കൂടുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അജണ്ടയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അജണ്ട അയച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്നാമതായിട്ട് ഇതിനകത്തുള്ളത് ഈ പറഞ്ഞ കാര്യമാണ്. ഈ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ 14 പേരുണ്ട്. അതിൽ 2 പേർക്ക് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആണ്, എന്തോ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് ചില ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് വരാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ ബാക്കി UDF ഭാഗത്ത് 12 പേരും അപ്പുറത്ത് 12 പേരും ആകും. ഇവിടെ പക്ഷേ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബിനു പുളിക്കക്കണ്ടവും ബിജു പുളിക്കക്കണ്ടവും ഈ പറഞ്ഞ മുനിസിപ്പൽ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അതിനവർ പറഞ്ഞ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വളരെ വേണ്ടപ്പെട്ട ആരോ മരിച്ചു പോയിട്ടുണ്ട്. ആ മരിച്ചു പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ തലേദിവസം വരെ കോൺഗ്രസിൻ്റെ ഈ പാലായി മണ്ഡലത്തിലുള്ള മുഴുവൻ നേതാക്കന്മാരുടെ അടുത്തും പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഒരു കാരണവശാലും ഈ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനം നടത്താൻ വേണ്ടി ഒരു തരത്തിലും അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ദിയ പുളിക്കക്കണ്ട എന്ന ചെയർപേഴ്സൺ ഈ മുനിസിപ്പൽ യോഗത്തിന് അന്ന് എന്താ ചെയ്തെന്നറിയോ? കോൺഗ്രസിനെ നേരെ വഞ്ചിക്കുന്ന രീതിയാണ് ചെയ്തത്. രാഷ്ട്രീയ കുതികാൽവെട്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്ത് കാണിച്ചാൽ ഈ പ്രമേയം അവതരിപ്പിക്കുന്നു, ഈ അജണ്ട വായിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ വോട്ടിനിട്ടേക്കാന്ന് പറയുന്നു. നേരെ പറയുന്നതാണ് വോട്ടിനിട്ടേക്കാന്ന്. എന്നാൽ കോടതി വിധിയുണ്ട്, നമുക്ക് സമയമുണ്ട്, 11-ാം തീയതിയാണ് പരിപാടി നടക്കുന്നത്, അടുത്ത കൗൺസിൽ യോഗത്തിന് പരിഗണിക്കാം എന്ന ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഈ പറഞ്ഞ ചെയർപേഴ്സൺ ചെയ്തത്. ചെയർപേഴ്സൺ പറഞ്ഞു എങ്കിൽ ഈ വിഷയം നമുക്ക് വോട്ടിനിട്ടേക്കാമെന്ന് പറയുന്നു. വോട്ടിനിട്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്താണ് 12 കൗൺസിലർമാർ പ്രതിപക്ഷത്തെ ഹാജരുണ്ട്. അത് പാസ്സായതിനു ശേഷം പിന്നീട് ഇവർ എന്തുകൊണ്ടാണ് ബിജു പുളിക്കക്കണ്ടവും ബിനു പുളിക്കക്കണ്ടവും വിട്ടുനിന്നത്? ബിജു പുളിക്കക്കണ്ടവും ബിനു പുളിക്കക്കണ്ടവും വിട്ടു നിൽക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചില ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അതായത് നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? CPM-ഉമായിട്ട് ഈ പറഞ്ഞ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് അവിഹിത ബന്ധമുണ്ട്, ഒരു ഡീലുണ്ട്. അത് വെച്ചിട്ട് അവരെ സംബന്ധിച്ചിട്ട് CPM പാലാ നഗരസഭ ഭരിക്കുന്നതിനോട് അവർക്ക് താല്പര്യക്കുറവുണ്ട് കോൺഗ്രസ്സുകാർക്ക്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഇന്നലെ ചേരുകയും അടിയന്തരമായിട്ട് തന്നെ പാലയിൽ പല ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിക്കകത്ത്. പക്ഷേ ഒരാൾ പോലും ഇതിനെ എതിർക്കാതെ അതിശക്തമായിട്ടൊരു തീരുമാനമെടുത്തു. അതായത് സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ കോൺഗ്രസ് പിൻവലിച്ചിരിക്കുന്നുവെന്ന്. അതിനുശേഷം ഇതിപ്പോൾ DCC പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കും ഒക്കെ ഇവർ ആ കത്ത് കൈമാറിയിട്ടുണ്ട്. ഇനി DCC ആണ് തീരുമാനമെടുക്കേണ്ടത്. DCC തീരുമാനമെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അംഗീകരിക്കുമോ, അതോ പിന്തുണ പിൻവലിച്ചത് അംഗീകരിക്കുമോ, അതോ വീണ്ടും ഒരു സമവായ ചർച്ചയിലേക്ക് പോകുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിൽ ത്രിതല പഞ്ചായത്തിൽ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ UDF-ന് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പാലാ നഗരസഭ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇതിനകത്ത് ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഒരു കാരണവശാലും ഈ പറഞ്ഞ സ്വതന്ത്ര കൂട്ടായ്മയുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവും ഉണ്ടാക്കത്തില്ല. അവരുമായിട്ട് ചേർന്നുകൊണ്ട് പാലാ മുനിസിപ്പാലിറ്റിയുടെ ഭരണം തങ്ങൾക്ക് വേണ്ട. അത് നിലപാടാണ്, അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാടാണ്. ബാക്കിയുള്ളതൊക്കെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ ചേർന്നിരുന്നു കൊണ്ട് അവർ തീരുമാനിക്കും. ഇതാണ് രാഷ്ട്രീയ നിലപാടും രാഷ്ട്രീയ തീരുമാനവും എന്ന് പറയുന്നത്. മറിച്ച് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇപ്പോൾ ആർക്കെങ്കിലും വേണോ ഈ സ്വതന്ത്ര കൂട്ടായ്മയെ? കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. ഇവിടെ പരിശോധിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ നിലപാടാണ്. ജോസഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് മേടിച്ചിട്ടാണ് അവിടെ ഈ 3 കൗൺസിലർമാരെ വിജയിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ തട്ടകമാണ് പാലാ നഗരസഭ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജോസഫ് ഗ്രൂപ്പിന് UDF 3 സീറ്റ് നൽകിയത്. 5 സീറ്റ് അടുത്ത് നൽകിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് 3 സീറ്റിലാണ് വിജയിച്ചിട്ടുള്ളത്. ഈ 3 സീറ്റിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ വോട്ടാണ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ വോട്ടല്ല. പക്ഷേ അവർ ഇപ്പോൾ ആരുടെ കൂടെയാണ് നിലയുറപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വതന്ത്ര കൂട്ടായ്മയുടെ കൂടെയാണ്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പും ഈ പറഞ്ഞ സ്വതന്ത്ര കൂട്ടായ്മയും UDF-നെ രാഷ്ട്രീയമായിട്ട് വഞ്ചിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനോട് രാഷ്ട്രീയ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെ എല്ലാ ദിവസവും സീനിയർ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പാലാ നഗരസഭയിലെ പ്രശ്നം തീർക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടി സാധിക്കുമോ? ഇതെല്ലാ ദിവസവും പ്രശ്നങ്ങളല്ലേ? പക്വതയില്ലായ്മയുടെ പ്രശ്നമല്ലേ ഇത്? എത്ര വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടാവേണ്ടിയിരുന്നവരാണ് ഈ ദിയ പുളിക്കക്കണ്ടം. പക്ഷേ ദിയ പുളിക്കക്കണ്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ തീർന്നില്ല ഇവിടെ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ മുനിസിപ്പൽ കൗൺസിലിൻ്റെ സമയത്ത് ഈ പറഞ്ഞ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ തന്നെ ഈ എയർപോർട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. അത് കഴിഞ്ഞ മാസമാണ് ഈ റെജി മാത്യു എന്ന് പറയുന്ന ആൾക്കെതിരെ
വാച്ച് ഫയലിൽ വെച്ച് മറന്നുപോയി എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണവുമായിട്ട്, അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വരുന്നത്? എങ്ങനെ ഇങ്ങനെ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയാൻ വേണ്ടി സാധിക്കും? ഒരു മുന്നണിയുടെ ഭാഗമല്ല ഇവർ? അതല്ലെങ്കിൽ ഇവർ സ്വതന്ത്രരായിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ചു? സ്വതന്ത്രരാണ്, പക്ഷേ യു ഡി എഫ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നോ? യു ഡി എഫ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതെ നീക്കുപോക്കിന് തയ്യാറായില്ലേ? ആ നീക്കുപോക്കിന് തയ്യാറായത് മുതലും മനസ്സിലാക്കാത്ത ഒരു സ്വതന്ത്ര കൂട്ടായ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി ഏതെങ്കിലുമൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ ബലി കൊടുക്കുമോ? ഇതിപ്പോൾ പാലാ നഗരസഭയ്ക്കുള്ളിലെ പൊതുജന വികാരം ഇതാണെന്ന്. ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് ഇങ്ങനെ കീഴടങ്ങി എത്ര നാൾ പോകുമെന്നാണ് ചോദ്യം. അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, പാലാ നഗരസഭയുടെ ഭരണം സ്വസ്ഥമായിട്ട് മുൻപോട്ട് പോകേണ്ടതുണ്ട്. ഇത് കേരള കോൺഗ്രസ് എം പറഞ്ഞിരിക്കുന്നു. അതാണ്, പാലായെ അനാഥമാക്കാൻ വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് എം തയ്യാറാവില്ല. എന്ത് വിട്ടുവീഴ്ച കഴിഞ്ഞാൽ ഈ സ്വതന്ത്ര കൂട്ടായ്മയുടെ കൂടെ ചേർന്നുകൊണ്ട് ഒരു ഭരണത്തിന് തയ്യാറല്ല. ബാക്കി എല്ലാവിധ വരുന്ന സമയങ്ങളിൽ പ്രാദേശിക നേതൃത്വവുമായിട്ട് ആലോചിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു സ്വതന്ത്ര നിലപാടാണ്. ആ നിലപാടിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്.